ബിഗ് ബോസ് മലയാളം സീസൺ 8 നിങ്ങളെ വിളിക്കുന്നു. അതെ, പ്രേക്ഷകരെ വിളിക്കുകയാണ്. എന്തിനാ? ടാസ്കുകൾ ഡിസൈൻ ചെയ്യാൻ, കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളെല്ലാം തിരക്കാൻ, ഷോ ഡയറക്ടർ വരെ വേണമെങ്കിൽ നിങ്ങൾക്കാകാം. എന്താ സംഭവം? അതെ, പ്രേക്ഷകരാണ് ഇനി ബിഗ് ബോസ് ഭരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ആകാം പുതിയ ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസിൽ മാത്രമല്ല, തമിഴ് ബിഗ് ബോസിലും നിങ്ങൾക്ക് ഭാഗമാകാം. എന്താ സംഭവം? അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? ബിഗ് ബോസ് ഒഫീഷ്യലി കൺഫേംഡ് ആയിരിക്കുകയാണ് സീസൺ 8. മാത്രമല്ല, ബിഗ് ബോസിന്റെ തന്നെ പല പല തസ്തികകളിലേക്ക് പ്രേക്ഷകരെ അവർ ക്ഷണിക്കുകയാണ്. കഴിവും അറിവും ബോധവും വിവരവും എല്ലാം ഉള്ള കാലിബറായിട്ടുള്ള ആൾക്കാരെ ക്ഷണിക്കുകയാണ് നമ്മുടെ മലയാളം ബിഗ് ബോസ്. ഇതാദ്യമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ മലയാളത്തില്. ഭയങ്കര സന്തോഷം. ബിഗ് ബ്രേക്കിംഗ്. എന്താണ് പറയാം? ബിഗ് ബോസ് മലയാളം സീസൺ 8 അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാണ്ട് ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോ എന്താണ് സംഭവം എന്നല്ലേ, നമ്മൾ ഈ കുറേ ബിഗ് ബോസ് കാണുന്ന ഓഡിയൻസ് ഉണ്ടാവും. അപ്പൊ ഈ കുറേ ഓഡിയൻസ് നമ്മൾ എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയലേ, ഷേ ആ ടാസ്ക് അങ്ങനെ കൊടുക്കാനുള്ളതായിരുന്നു, ഷേ ഇയാൾ എന്തോന്ന് കളിക്കുന്നത്, ഷേ ഈ എവിക്ഷൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാനുള്ളതായിരുന്നു, ഈ ടാസ്കിന് പകരം മറ്റേ ടാസ്ക് കൊള്ളാമായിരുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കമന്റ് അടിക്കാറുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഇത്തവണ ബിഗ് ബോസിന്റെ തന്നെ പല പല തസ്തികകളിലേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും പലർക്കും പങ്കെടുക്കുക. എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഓപ്പണിങ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു പോസ്റ്റാണ്. ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ സ്വന്തം കൺഫസ് റൂമിലേക്ക് വരിക, ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്നൊക്കെ പറയുന്ന രഘുരാജ് നായരാണ്. രഘുരാജ് നായരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയിട്ട് എഡിറ്റേഴ്സിനെ ക്ഷണിക്കുന്നു, പ്രൊഡക്ഷൻ മാനേജേഴ്സിനെ ക്ഷണിക്കുന്നു, കണ്ടസ്റ്റന്റ് മാനേജേഴ്സിനെ ക്ഷണിക്കുന്നു, ഡെയിലി പ്രൊഡ്യൂസർ, ടാസ്ക് ടീം, ലോഗർ ടീം, സ്റ്റോറി പ്രൊഡ്യൂസർ, ക്രിയേറ്റീവ് ടീം, റൈറ്റർ, എവിക്ഷൻ ടീം, അങ്ങനെ 10 തസ്തികകളിലോട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 ക്ഷണിക്കുന്നത്. അപ്പം കഴിവും അറിവും വിവരവും ബോധവും കാലിബറും എല്ലാം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ഇതിന്റെ താഴെ ഇമെയിൽ ഐഡി തന്നിട്ടുണ്ട്, esi.south@endemolshine.co.in. ഈ മെയിലിലേക്ക് നിങ്ങളുടെ റെസ്യൂമുകൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റെസ്യൂമുകൾ ഇതിനകത്തേക്ക് അയച്ചു കൊടുക്കുക. ഇതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, അതായത് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മളെ റിവ്യൂവേഴ്സ്, ഇപ്പൊ റിവ്യൂവേഴ്സ് ഒക്കെ ഇപ്പം കുറെ റിവ്യൂവേഴ്സ് ഉണ്ട്. അവർ ആ ടാസ്ക് എന്തോ ചെയ്ത് വെച്ചേക്കുന്നത്, ഇങ്ങനെ അല്ലല്ലോ ആ ടാസ്ക്, ഇങ്ങനെ കൊടുക്കണ്ടേ എന്നൊക്കെ ടാസ്കിനെ കുറിച്ച് ബോധമുള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹിന്ദിയും തമിഴും മലയാളവും തെലുങ്കും കന്നഡയും മറാഠിയും ഗുജറാത്തി എല്ലാം കണ്ട് അരച്ച് കലക്കി പഠിച്ച ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ച ഒരാൾക്ക് ഒരു സ്റ്റോറി പ്രൊഡ്യൂസർ ആവാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ടീം, എൻ്റെ പൊന്നെ, ഇതിനൊക്കെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഇതിനകത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ. സത്യം മക്കളെ, ഇതൊക്കെ ഒരു വർഷത്തിൽ 100 ദിവസമുള്ള ജോലിയാണെങ്കിലും നമുക്ക് ലക്ഷക്കണക്കിന് കാശ് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒന്നിനും പോണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം. ഇതൊക്കെ ഒരു നല്ലൊരു ജോലിയാണ് കേട്ടോ, നല്ല അടിപൊളി ജോലിയാണിത്. അപ്പം ഇതിനൊക്കെ കാലിബറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് നിങ്ങളുടെ റെസ്യൂമുകൾ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്ത് ഇതോടൊപ്പം തന്നെ ഒരു പോസ്റ്റും കൂടെ പങ്കുവച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ആ പോസ്റ്റ് തമിഴ് ബിഗ് ബോസിന്റെയാണ്. ബിഗ് ബോസ് തമിഴ് സീസൺ 10 തമിഴ് ബിഗ് ബോസിന്റെ ഒരു ഭാഗമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തും സെയിം ഇതുപോലെ തന്നെ ഈ 10 സംഭവം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എവിക്ഷൻ ടീം കൂടെ, എവിക്ഷൻ ടീം നേരത്തെ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 10 തസ്തികകളിലേക്ക് മലയാളം ബിഗ് ബോസിലേക്കും തമിഴ് ബിഗ് ബോസുകളിലേക്കും ആളുകളെ ക്ഷണിക്കുകയാണ്. ബെസ്റ്റ് അവസരമാണ്, മിസ്സാക്കരുത്. അപ്പൊ ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറയുന്ന ഒരു സാധനം കൺഫേം ആയി അല്ലേ? അതല്ലേ ഇതിനർത്ഥമല്ല. അത് ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസിന്റെ പരിപാടികളൊക്കെ തുടങ്ങി എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും രഘുരാജ് നായരുടെ ഈ ഒരു പോസ്റ്റ് ശരിക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വൈ? ബിക്കോസ് ബിഗ് ബോസിന്റെ ക്രിയേറ്റീവ് ടീമിനകത്തേക്ക് കയറാൻ പറ്റുക, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരായി വർക്ക് ചെയ്യുക, ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന 10-400 പേരിൽ ഒരാളായിട്ട് മാറാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുപോലെ തന്നെ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? എനിക്ക് പക്ഷേ ഈ ചിന്തിക്കാനേ പറ്റത്തുള്ളൂ. അതിനുള്ള കാലിബറും കഴിവും ഒക്കെ വേണം. അതെനിക്കില്ല. കാലിബറും
ഞാൻ പറഞ്ഞ കണക്ക് എല്ലാ പരിപാടീസും വേണം. അതില്ലാതിരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന കാലിബറും കഴിവും അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റും അതൊക്കെ ചെയ്യാൻ എന്ന് ബോധ്യമുള്ള ആൾക്കാരെ നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾ റെസ്യൂമുകൾ അയച്ചോളൂ. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ കോയിൻ കറങ്ങി വീഴുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുമാകാം ബിഗ് ബോസ്. പിന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ബിഗ് ബോസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. നിങ്ങളും ബിഗ് ബോസ് ആയിരിക്കും, ബിഗ് ബോസിന്റെ ഭാഗമായിരിക്കും. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താ പറയാ, അതിൻ്റെ ഒരു അണിയറ പ്രവർത്തകനായിരിക്കും. അതെ, അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇന്നത്തെ ഒത്തിരി തസ്തികകളുണ്ടല്ലോ. ഇപ്പൊ എഡിറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്കല്ല, ഒന്നിലധികം പേർക്ക് അറ്റ്ലീസ്റ്റ് ഒരു എഡിറ്റർ ആയിട്ടെങ്കിലും കയറാൻ പറ്റുക. നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം അത് നിങ്ങൾക്ക്, എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കത് ആ ഒരു ഫീല് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഈ 10 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, കാലിബർ ഉണ്ടായിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഹിന്ദി ബിഗ് ബോസിലും അതുപോലെ തന്നെ മറ്റു തെലുങ്കിലൊക്കെ ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ മോർഷൻ തന്നെ പോസ്റ്റ് ഇടും, നമ്മൾ ഇങ്ങനെ യാതൊരുവിധ അറിയിപ്പും അറിയിച്ചിട്ടില്ല, കംപ്ലീറ്റ്ലി ഫേക്ക് എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. പക്ഷെ ഈ പോസ്റ്റ് ആദ്യം കണ്ടപ്പോൾ ഞാനും ഫേക്ക് ആണോ നോക്കിയപ്പോൾ ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് വന്നിരിക്കുന്നത് രഘുരാജ് നായരുടെ. അപ്പൊ പിന്നെ ഉള്ളത് തന്നെയല്ലോ, അപ്പൊ പിന്നെ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആദ്യം ഇത് ഫേക്ക് ആണെന്നാണ് വിചാരിച്ചത്. കാരണം ഇതൊക്കെ എല്ലാ ബിഗ് ബോസുകളിലും നടക്കുന്ന തട്ടിപ്പുകളാണ്, കുറേ തട്ടിപ്പുകളാണ്. പക്ഷെ ഇത് ഒഫീഷ്യലി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള പോസ്റ്റാണ്. സോ സന്തോഷം തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് അവരിട്ടതിൽ. കാരണം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രേക്ഷകരിൽ ഒരുപാട് പേര് നല്ല നല്ല കമൻസ് അവർക്ക് അവരുടെ കമൻറ്റ് ബോക്സുകളിലും അവരുടെ DMസിലും ഒക്കെ ആയിട്ട് ഒത്തിരി അയക്കാറുണ്ടാവാം. അപ്പോൾ അതിനകത്ത് നിന്നും കഴിഞ്ഞ പ്രാവശ്യം അവർ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒത്തിരി കാലിബർ ആയിട്ടുള്ള കമൻസുകൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവാം, പെട്ടെന്ന് ക്ലിക്ക് ആയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ സ്പാർക്ക് അടിച്ചിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കൂടി ചൂസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഇത്തവണ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ മാത്രമല്ല ബിഗ് ബോസ് മേക്കേഴ്സിനെയും അവർ സെലക്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആസ് എ ബിഗ് ബോസ് ഫാൻ ആൻഡ് ആസ് എ ബിഗ് ബോസ് റിവ്യൂവർ ഭയങ്കര സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബിഗ് ബോസിന്റെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയുവാണെങ്കിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ഏറ്റിടാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.